കെനിയയിൽ വിനോദയാത്രയ്ക്കിടെ ബസ് മറിഞ്ഞു മരിച്ച 2 കുട്ടികളടക്കം 5 പേരുടെ മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിച്ചത്. അന്താരാഷ്ട്ര ടെർമിനലിലെ പ്രത്യേക ഗേറ്റ് വഴി പുറത്തെത്തിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കളും നോർക്ക റൂട്ട്സ് അധികൃതരും ചേർന്ന് ഏറ്റുവാങ്ങി. സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് അന്തിമോപചാരമർപ്പിച്ചു. മൂവാറ്റുപുഴ സ്വദേശികളായ ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹ്റിൻ, പാലക്കാട് മണ്ണൂർ സ്വദേശികളായ റിയ ആൻ, മകൾ 7 വയസ്സുള്ള ടൈറ റോഡ്രിഗസ്, മാവേലിക്കര സ്വദേശി ഗീത ഷോജി ഐസക് എന്നിവരുടെ മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിച്ചത്. ജസ്നയുടെയും മകളുടെയും മൃതദേഹങ്ങൾ മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കും. മണ്ണൂരിലെ റിയയുടെയും മകളുടെയും സംസ്കാരം ഭർത്താവിന്റെ സ്ഥലമായ കോയമ്പത്തൂരിലാണ്. ഗീതയുടെ സംസ്കാരം ചൊവ്വാഴ്ച കൊച്ചിയിലെ ഷാരോൺ മാർത്തോമ പള്ളിയിൽ നടക്കും. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറേറ്റ്, ഖത്തർ എംബസി ഇവയുമായി ഏകോപനം നടത്തി നമ്മുടെ വിദേശ മന്ത്രാലയവുമായി ചേർന്ന് ഏകോപനം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സാണ് ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഗീതയുടെ ഭർത്താവ് ഷോജി, മകൻ ഏബിൾ, ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഹനീഫ എന്നിവരും മൃതദേഹങ്ങൾക്കൊപ്പം എത്തിയിരുന്നു. കെനിയയിൽ നിന്നെത്തുന്നവർക്ക് യെല്ലോ ഫീവർ വാക്സിൻ നിർബന്ധമായത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് തടസ്സമായിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് ഒഴിവാക്കി നൽകിയാണ് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾക്കൊപ്പം നാട്ടിലെത്തുന്നതിനുള്ള തടസ്സം നീക്കിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.